നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശന സാധ്യത തള്ളാതെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും. മാണി ഗ്രൂപ്പിന്റെ വരവിനെ എതിർത്ത് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് നിലപാടറിയിച്ചെങ്കിലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും മനസ്സിലിരിപ്പ് അതല്ലെന്ന് വ്യക്തം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടനെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇടതുമുന്നണി വിടുന്നതിന്റെ സാധ്യത തള്ളിയിരുന്നു. എന്നാൽ അണികൾ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നു എന്ന കണക്ക് കൂട്ടലിലാണ് UDFിലെ ഒരു വിഭാഗം നേതാക്കൾ. തദ്ദേശഫല പ്രഖ്യാപനത്തിന് പിന്നാലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. ലീഗ് നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. മുന്നണി കൺവീനറായ ഉടൻ അടൂർ പ്രകാശും ജോസിന് വരാമെന്ന് പറഞ്ഞിരുന്നു. UDFിൽ കേരള കോൺഗ്രസ് എം വേണമെന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കളുടെ ക്ഷണം ഗൗരവമായി തോന്നുന്നില്ലെന്നുമാണ് PJ ജോസഫ് തിങ്കളാഴ്ച രാവിലെ പറഞ്ഞത്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ VD സതീശൻ ജോസിനായി സാധ്യത തുറന്നും വിധം സംസാരിച്ചു. അടിത്തറ വിപുലീകരിച്ച് കുറെ കൂടി ശക്തമായ UDF ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മുന്നണി വിപുലീകരിക്കുമ്പോൾ അതിൽ LDFിലെയും NDAയിലെയും ഘടകകക്ഷികളുണ്ടാകും. വിപുലീകരണത്തിന് ആരുടെയും പിന്നാലെ പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുമുന്നണിയിൽ UDF ആശയങ്ങളുമായി യോജിക്കുന്നവർ ഉണ്ടെന്നാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത്. അവരിങ്ങോട്ട് വരുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയും സമാന ആശയം മുന്നോട്ട് വെച്ചു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.